ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു വലിയേടലാണ്. ഇത് വളരെ ഈസിയായി ഒരു വെറൈറ്റി രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാൻ ഇതിനിട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് കാന്താരി മടിയൻ ചിക്കൻ കറി എന്നാണ്. നമ്മൾ ആദ്യം തന്നെ ഈ ചിക്കൻ ഇതുപോലെ പീസാക്കിയതിന് ശേഷം അതിൻ്റെ മസാലകൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇത്രയും മാത്രം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു പേര് നിങ്ങൾ കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ആ പേരിടാനുള്ള ഒരു സാഹചര്യം ഞാൻ എന്താണെന്ന് വളരെ വ്യക്തമായി വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കാണുക. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. കുറച്ച് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന ഭാഗം മുതലുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയും വരെ എത്തിക്കാൻ നിങ്ങൾ ഒരുപാട് പാടുപെടുന്നതും വേണ്ട. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക, കുറച്ച് ഉലുവ ഇടുക, അതിനുശേഷം കുറച്ച് കറുകപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ സ്റ്റാർ, ഏലക്കയൊക്കെ ഇട്ടുക. അതിനുശേഷം തേങ്ങാക്കൊത്ത് ഇടുക. അതിനുശേഷം എന്ന് പറയുന്നത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് അത്ര ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇപ്പോൾ ഈ കണ്ടതുപോലെ മസാല വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് നമ്മൾ വീണ്ടും ഇത് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം മൂത്ത് വരുമ്പോൾ മീഡിയം 2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് അത്യാവശ്യം സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സവാള നമ്മൾ വഴറ്റി ഈ ഒരു ഹാഫ് പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം ഈ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ തക്കാളി കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നു. തക്കാളിയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഈ ഒരു പരുവത്തിലേക്ക് ആക്കി, അതിലൂടെ വാടിയൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കുന്നു. ശരിക്കും കാന്താരി ഇടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ തക്കാളി വാങ്ങാൻ പോയപ്പോൾ പച്ചമുളക് കൂടെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ ഇപ്പോൾ സംഭവം മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള കാന്താരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് വേണ്ട ഇപ്പോൾ ഈ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ അതിലേക്ക് മെല്ലെ ഇട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിത് മെല്ലെ ഇളക്കി ഒരേപോലെ മിക്സാക്കി എടുക്കണം. ഇത് എന്ന് പറയുന്നത് ശരിക്കും ഈ മഴയൊക്കെ ആയിട്ട് വളരെ മടി പിടിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ചിക്കൻ വാങ്ങി കറി വെക്കാം എന്ന് തോന്നിയത്. പുറത്തോട്ടൊന്നും പോകാൻ പോലും തോന്നാതെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ കണക്ക് പച്ചമുളക് മറന്നുപോയി. അങ്ങനെ കാന്താരി കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഈ 2 സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനൊരു പേര് ഈ ചിക്കന് ഇടാമെന്ന് കരുതിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒഴിക്കുന്ന വെള്ളം ശരിക്കും ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ഈ മടി പിടിച്ചിരുന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് പച്ചവെള്ളം പൈപ്പിലെ വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചു. അപ്പം ഗ്രേവി കൂട്ടി വെക്കാമെന്ന് കരുതി. വൈകിട്ട് ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ആകുമ്പോൾ ഗ്രേവി വേണമല്ലോ. എന്തായാലും ആ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടെ മുകളിലിട്ടു, അടച്ചു വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ കറിയാണ്ട് ഈ പരുവത്തിലായി. ഇനിയെന്ന് പറയുന്നത് നമ്മൾ ഉടയാത്ത ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. അടുക്കി പിടിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ആവശ്യം പോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല വേവാനെ കൊണ്ട്. പിന്നെ നമുക്കുള്ള ആവശ്യത്തിനുള്ള ഗ്രേവി വറ്റി വരുമ്പോൾ ഏത് പരുവത്തിലാണോ നമുക്ക് താല്പര്യം ആ പരുവത്തിൽ നമുക്കിത് വാങ്ങി വെച്ച് ഉപയോഗിക്കാം. ശരിക്കും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം പറയല്ല, സംഭവം തട്ടിക്കൂട്ടിയാണ് ഉണ്ടാക്കിയെങ്കിലും നമ്മൾ കഴിക്കാൻ നേരത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഈ ഒരു പരുവത്തിലേക്ക് വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മുടെ കാന്താരി മടിയൻ ചിക്കൻ കറി. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊരു പ്രാവശ്യം ഈ കാന്താരി മടിയൻ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഈസ് വിഷ്ണു വലിയേടൻ സൈനിങ് ഓഫ്. ബൈ.